ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ ഹലോംബേ ആണ് കേട്ടോ. ഹലോംബേ ടൂർ, അത് ഫുൾ ഡേ ടൂറാണ്, ഒരു ഐലൻഡ് ടൂറാണ്. അടിപൊളിയാണെന്നാ പറഞ്ഞ. ക്ലൂക്ക് വഴി എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 250 മീറ്റർ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ പിക്കപ്പിനായിട്ട്. നല്ല തണുപ്പാട്ടോ രാവിലെ. ഇവിടെ ഒരു 16-15 ഡിഗ്രി തണുപ്പാ. മറ്റേടത്തൊക്കെ ഭയങ്കര ഡിഫറെന്റാ. ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷം കാണിക്കാം. ബൈ. അവര് വന്ന ഗൈസ്, വന്ന് പിക്കപ്പ് ചെയ്തു. കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിനായിട്ട് വന്നു കേട്ടോ അവര് വന്ന്. ഇനിയിപ്പൊരു ലോങ് ജേർണിയാണ്, 3 മണിക്കൂർ യാത്രയുണ്ട് ഹലോങ് ബേയിലോട്ട്. അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് പോണ വഴിയിലുള്ള വ്യൂസ് ആണ് കേട്ടോ. ഫുൾ പാടങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ അടുക്കൊക്കെ ഓരോ സ്ഥലത്തൊക്കെ മറ്റേ ശവകുട്ടി തെങ്ങളും ഉണ്ട്. ഈ ഏരിയ മൊത്തം കൃഷിയാന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാം. നല്ല റോഡാണോ. നമ്മൾ പോർട്ടിലെത്തി. ഇതാണ് പോർട്ട്, റോയിസിന്റെ പോർട്ട്. അപ്പൊ ഇനിയിപ്പോ അവരെ കൂടെ പോണം. ഈ പോർട്ടാണോ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അതിന്റെ അകമാണ് കേട്ടോ ഗൈസ്. ഫുൾ ആൾക്കാരാണ്. പുള്ളി എന്തോ ടിക്കറ്റ് കണ്ടെടുക്കാൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. പുള്ളിയുടെ ഇവിടെ പോവാ. കുറേ ടൂറിസ്റ്റ് ഇവിടെ പോകുന്നു. നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ മതി. നേരെ ബോട്ടിലോട്ട് പോയാണ്. ഏതാണോന്ന് അറിയത്തില്ല. കുറേ ബോട്ട് ഇവിടെ പോകണുണ്ട് ഇവിടെ. ഈ വഴി പുള്ളിയുടെ ഇവിടെയൊക്കെ പോയാൽ മതി. പുള്ളി അടിയുന്ന വഴി പോയാൽ മതി. ശേഷം കപ്പലിൽ കയറിയിട്ട് കുറേ ആളായി. പണ്ടങ്ങാട്ട് ഗോവയിൽ പോയപ്പോൾ ക്രൂസിൽ കയറിയത്. കൊള്ളാം, അടിപൊളി. എത്തി കേസ്. ഇതാണ് നമ്മളെ ക്രൂയിസ്, സൺലൈറ്റ് ഗ്രാൻഡ് ക്രൂയിസ്. ഓക്കെ, വലിയ ക്രൂയിസ് ആണല്ലോ. 3 നിലയൊക്കെ ഉണ്ട് കേട്ടോ. So everyone, now this is the level cruise, long than 86 on Sunlight Red Cruise. You can see in there, so there are many boats. വലിയ ക്രൂയിസ് ആട്ടോ, അടിപൊളി. There are many boats at the നീല കയറണം. Bạn 6 nha anh nhé. ഹായ്. കൊള്ളാലോ. ഇവിടെയാണ് കേട്ടോ ഇനി ഫുഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാലോ, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ സൈഡിനെ പിടിക്കാം, ഇല്ലെങ്കിൽ വീഡിയോ പറ്റത്തില്ല. കൊള്ളാം ഗൈസ്, അടിപൊളി. മസ്റ്റ് ട്രൈ ആട്ടോ. ഹലോങ് ബേ ഒരു ദിവസം ഫുൾ ഡേ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടുന്ന് ക്രൂയിസ്. ഇതുണ്ടോ വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. ലൈഫില് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇതൊരു അടിപൊളി ഐലൻഡാണ്. കുറേ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് പോകുന്നത് ഒരു കേവിലാണ്. പക്ഷെ ഇത് കൊള്ളാം. ഇങ്ങനെ പോവും, എവിടെ ഫുഡ് കഴിക്കാതിൽ നിന്ന്. This people, and now I'm going to show you detail for each activity. For the bamboo, like this bamboo, we have 10, 16 people in one boat. When you do bamboo boat, we have the local people rolling the boat for us. Yeah, and it not get wet, easy, right? For the kayaking, look like that. 2 people in one kayak. When you do kayak, it get wet in the pump. Yeah, you do it by yourself. So when you do kayak, if you don't know how to do it, please be careful because you can see on the video. Yeah, I see that. In this video, you see the. ഇതാണ് കേട്ടോ ഐലൻഡ്. രക്ഷയിലാണ് ഇങ്ങനെ കിടക്കും. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി ആളും എടുത്തോണ്ട് വരുന്നുണ്ട്.
കുറച്ച് വീഡിയോ നോക്കട്ടെ. നൈസ്, അടിപൊളി. അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഇങ്ങനെ കിടക്കുക. നമ്മൾ ആ കേബിളോട് പോയി കഴിക്കട്ടെ, കുറച്ച് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പ്. രാവിലെ കഴിച്ചില്ല. ഇവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നു, രാവിലെ ഇറങ്ങി നടന്നില്ല. കഴിക്കട്ടെ, കഴിച്ചെടുക്കാം. എൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. റിയലി നൈസ് കേട്ടോ, അടിപൊളി. നമ്മൾ എത്താറായി. ഇവിടെ കേരളത്തിന്റെ അവിടെ എത്താറായി. നല്ല തണുത്ത കാച്ചില് കിടക്കുന്നു. ഇതാണ് ആ സർപ്രൈസ് കേവ്. ഇവിടെ നിന്ന് പോയിട്ട് അപ്പുറ സൈഡ് പോയാണ് കറങ്ങി. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമോ എന്തോ. ഇവിടെ ഇത് കേറി പോണം. ഇതാണ് കേവ്, സൺസോട്ട് കേവ്. കേറി പോണം, കൊറേ ഉണ്ട് കേട്ടോ. ഹൈക്കിംഗ് ആണോ? ഹൈക്കിംഗ്. അവിടെ നിന്ന് കാണുന്നോന്ന് അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി അപ്പർ സൈഡ് എത്തണം. നോക്കാം. വെള്ളല്ലേ? ഞാൻ അവിടെ പോയിട്ടില്ല. ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം. ഇവിടെ വെള്ളം ഇല്ല. ഇതാണ് ഇനിയും ഉണ്ട് കേട്ടോ. 116 കണ്ടാണ് 17 എണ്ണേന് പോവാ കേട്ടോ. ഇത് കേവാണ്. കുറെ വെള്ളമൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. വെള്ളമല്ലേ? അടിപൊളി. ഇരുട്ടായിരിക്കും, ലൈറ്റ് കുറവാണ് ഇവിടെ. പക്ഷേ രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ കറങ്ങി വരാൻ കഴിച്ചു. ഇതിങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഫുൾ അടിപൊളിയാ. അവിടെ തണുപ്പാട്ടെ അത്. ഇതിങ്ങനെ കറങ്ങി വരാം നമ്മൾ. ഇത് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരും. അതിനൊരു കീച്ചെയിൻ ആക്കി തരും അവര്. ഇത് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്. ഇയാളായെന്ന് നോക്കാം കേട്ടോ. എന്തോന്നു ഇത്? എന്തൊക്കെ വെച്ചിട്ടുണ്ടോ? അത് മനസ്സിലാവുന്നില്ല ബോർഡ്. അടിപൊളി. വളരെയാണത്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത് കേട്ടോ. അടിപൊളിയാട്ടോ. എവിടെയാണ് ഈ വ്യൂ വരുന്നത്? ഫുൾ കാണുന്ന രീതിയിലുള്ള വ്യൂ കേട്ടോ. കുറെ നടക്കാനുണ്ട്. തളരുന്ന ചോദിച്ചാൽ തളരും. നമ്മളാ കാറ്റവിടെ ഷിപ്പ് ഉണ്ടെന്ന് തോന്നും. അടിപൊളി. ഇത്രയും ഭംഗിയുള്ളൊരു ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട്. അടിപൊളി. ഇപ്പുറത്തെ സൈഡിൽ ഷിപ്പ് ഒന്ന് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇനി പോകണം. ഇനി മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാം. അടുത്തത് ബാംബു ഓർ കയാക്കിങ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് ബാംബു ആണ്. നല്ല മറ്റേ ആകുമ്പം ഓട്ടിക്കണ്ട, തുഴയുണ്ടല്ലോ, അവരിന്ന് തുഴഞ്ഞോളൂല്ലോ. മറ്റേ ബാംബു ഇതിനെ പോവുകയാണ് കേട്ടോ.
kayaking or bamboo? Boat. Bamboo boat. Boat. Yeah. അവറായിരുന്നു കേവ് കൊണ്ടാണ് തോന്നുന്നു. സ്പീഡ് ബോർഡ് ഉണ്ട്, അത് സെപ്പറേറ്റ് ബൈക്ക് വേണം. Street boat. Yeah. There. Hi. Boat. Wow. ഉള്ളോട്ട് കയറി പോക്കാം. ഇങ്ങനെ വ്യൂ ആണ് കേട്ടോ. അതൊക്കെ അപ്പഴൊക്കെ പോണത്. വേറെ ഐലൻഡ് എത്തി കേട്ടോ. ബാംബു ബോട്ടിങ്ങിനുള്ള സംഭവം. പുള്ളി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, പുള്ളിയെ ഫോളോ ചെയ്ത് പോണം. അവിടെയാണ് തോന്നുന്നു പുള്ളിക്കറി പോണം. ഓക്കെ, ഇതിന്റെ അടിയിലോട്ടാണ് കേട്ടോ പോണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വീഡിയോയിലൊക്കെ മാത്രമല്ലേ കണ്ടുള്ളൂ നമ്മള്. രസമുണ്ട് കേട്ടോ. ഇതാകുമ്പം നമ്മള് തുഴയുന്നുണ്ട്, അവിടെ നിന്ന് തുഴഞ്ഞോളും. രസമുണ്ട്. ആള് പേടിച്ചൊക്കെ ഇരിക്കുകയാണ് സൈഡിലായോണ്ട്. പിന്നെ അടിയിൽ കൂടെ പോണ അല്ലെങ്കിൽ തട്ടുവാളും. മോനെ ഏതാ മലനോ? തമ്മിൽ തന്നെ എന്തൊക്കെയാ പറയുന്നത്. നമ്മൾ കേവിനകത്തോട്ട് പോവാം. നാളെ തട്ടുവാളും, നല്ല തട്ടുവാളും. ഇല്ല, നല്ല തട്ടത്തില്ല അല്ലേ? ആ ഒരു ചേച്ചി ഒറ്റയ്ക്ക് ധൈര്യമായിട്ട് നടന്നു. എന്താടാ ഗുഡ് ഗുഡ്. പറഞ്ഞ അയ്യോ മനസ്സിലായിട്ടോ മലയാളം. എന്റെ മോനെ ആയിപ്പോളി കേട്ടോ. വാവ്. സൂപ്പർ. അതല്ലത് ഫുള്ള് കറങ്ങി വരാം അല്ലേ? അല്ല, ഇവരും ഫുള്ള് കറക്കുമായിരിക്കും. റിസ്ക് കൂടുതലാണ്. എനിക്ക് ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. ഇത് കൊള്ളാം കേട്ടോ. അടിപൊളി ഐലൻഡ് അല്ലേ? ഭംഗിയല്ലേ ഇത് കാണാൻ.
ഇത് കൊള്ളാല്ലേ? അവര് പറയുന്ന കണക്ക് ചെയ്യുന്നുണ്ടോ? നല്ല രസം. കൊള്ളാല്ലേ? നമ്മള് വീണ്ടും വേറെ കഴിവിക്കൂടെ പോവാട്ടോ. ചേട്ടാ കൊള്ളാട്ടെ, ഇങ്ങനെ കറക്കി കറക്കി കളിക്കുന്നുണ്ട്. തിരിച്ച് നമ്മളെത്താറായി. കൊള്ളാം, അടിപൊളി, നല്ലതായിരുന്നു, നല്ല ഐലൻഡ് കേട്ടോ. അടിപൊളി കേട്ടോ. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ വന്നു നമ്മള് ബാംബു ബോട്ടൊക്കെ കഴിഞ്ഞിട്ട് ടോപ്പിൽ വന്ന് ഫോട്ടൊക്കെ ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. നല്ല നല്ല ക്രൂസ് ആയിരുന്നു കേട്ടോ. ഫുഡ് കൊള്ളായിരുന്നു. രാത്രി അടിപൊളിയായിരിക്കും. നൈറ്റ് വ്യൂ ഒക്കെ സൂപ്പർ ആയിരിക്കും. ഹലോങ് ബേയില് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല ഐലൻഡ്, സമാധാനമുള്ള ഐലൻഡ്, കൊള്ളാം, അടിപൊളി വ്യൂസ് ആണ്. നല്ല ഇതായിരുന്നു ആ കേവും ഇതുമെല്ലാം. ഇനിയിപ്പം അവർ വരും, ബോട്ടിങ് നടക്കുക. സ്ട്രീറ്റ് ബോട്ടിങ് കൂടെ കഴിഞ്ഞിട്ട് അതിന് ക്ലോസിങ് ആണ്. പിന്നെ അവർ നമുക്ക് ടീ ആൻഡ് സ്നാക്സ് തിരിച്ചു പോകും. അങ്ങനെയാ. ഈ സാധനം കണ്ടോ? ഇത് നമുക്ക് കിട്ടിയാട്ടോ ഫോട്ടോ. ചെറിയൊരു കിച്ചനായിട്ട് കിട്ടി. ഇതിന് വലിയ ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷെ സൂക്ഷിച്ച് നോക്കണം. പക്ഷെ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നമ്മുടെ ഫോട്ടോ ഉണ്ട്. അത് കൊള്ളായിരുന്നു കേട്ടോ. ഫ്രീ ആട്ടോ. ഇതിനകത്ത് പിന്നെ കേവിനകത്ത് കയറിയപ്പോൾ കിട്ടുക. നമ്മളിതാ ഇപ്പം ഇവിടെ വന്നിരിക്കുവാണ്, വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കൊള്ളാം. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നൈസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐലൻഡ് കേട്ടോ. ടിപ്പ് ടോപ്പ് ഐലൻഡ്. ടിപ്പ് ടോപ്പ് ആണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം ടിപ്പ് ടോപ്പ്. ആ ചേച്ചി അല്ല കേട്ടോ. ഇതാണ് ടിപ്പ് ടോപ്പ് ഐലൻഡ്. ടിപ്പ് ടോപ്പ് ഐലൻഡ്. ഇത് ഹൈക്കിംഗ് ആട്ടോ. എത്രയോ കയറി പോയാലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ കേറി പോണ ഇതിന്റെ മുകളിൽ ഏമാളു. കൊള്ളാല്ലേ? ബീച്ചാണ് കേട്ടോ. ബീച്ചിന്റെ സൈഡ് തന്നെ കൊള്ളാം. അടിപൊളി ബീച്ചാണല്ലോ. വോളിബോളാണ്. എന്തോ കളിക്കുന്നത്? വോളിബോളാണ്. കൊള്ളാം. ഇത് കണ്ട വലിയ കേട്ടോ. സമയം തരുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ എത്തി.
അടിപൊളി. ഒരാളത്താണെന്ന് രക്ഷയില്ലാട്ടോ അവിടുത്തെ വ്യൂ ആണ്. അടിപൊളി. സ്വർഗമാണ് കേട്ടോ, സ്വർഗം. അടിപൊളി സെറ്റാ പറയാട്ടോ. നല്ല ഭംഗിയുണ്ടോ കാണാൻ കേട്ടോ. അടിപൊളി. കുറച്ച് കയറാനുണ്ട്, പാടാണ് പക്ഷേ കുഴപ്പമില്ല. ഇതിന് കുറച്ചുകൂടെ ടോപ്പുണ്ട്. Merci Chantal, j'avais pas vu. കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ശരി, കൊള്ളാം. നല്ല വ്യൂ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വ്യൂ കാണാൻ. ഒരു നല്ല രസമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല. നമ്മളിവിടുന്ന് നല്ല പൊക്കത്തിൽ കയറി പോകണം, നടക്കാൻ കുറേ ഉണ്ട്, നമ്മൾ ഒരുപാട് വരും. പക്ഷെ എന്നാലും അടിപൊളി, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ടിപ്പ് ടോപ്പ് ഐലൻഡ് ടിപ്പ് ടോപ്പാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാം ക്രൂസിൽ. 5 വരെ പറഞ്ഞില്ലായിരുന്നു. മുകളിൽ പോയി ഇതാ മുകളിൽ കിടക്കുന്നുണ്ടോ, ഏറ്റവും ടോപ്പിൽ പോകണം. പോയിട്ട് വന്നു. കൊള്ളാം, അടിപൊളി സ്ഥലം. ഇനി തിരിച്ച് ഹോമിലോട്ടാണ്. ഇനി ക്രൂസിൽ കയറിയിട്ട് ടീ ആൻഡ് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങോട്ടാണ്. പിന്നെ അവരാക്കി തരും. അപ്പം ഇന്നത്തോടെ നമ്മൾ തീർന്നു. ബാക്കി വിഷയം ഇതും നാളെ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾഡ് മാർക്കറ്റ് എന്തുവായിരുന്നു, ഓൾഡ് കോട്ടറിനെ മറന്നു കേട്ടോ, തളർന്ന കേട്ടോ. ഓൾഡ് കോട്ടറിന് അവിടെ നിന്ന് ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി നാളെ അവസാനിക്കുകയാണ്. കയറണം, ചായ കുടിക്കണം, പിന്നെ ചെയ്യണം, എന്നിട്ട് വീട്ടിൽ പോകണം. ഒരാക്കി തരും അവിടെ. അപ്പൊ നാളെ ഓൾഡ് കോട്ടം അല്ലേ, നാളെ നമ്മളുടെ ഫൈനൽ ഡേ. വെള്ളിയാഴ്ച രാവിലെ ട്രാവൽ ചെയ്യാം തിരിച്ചിട്ടാണല്ലോട്ട്. സൺസെറ്റ് പാർട്ടിയാണ് ലാസ്റ്റ് പരിപാടിയാണ്. നമ്മൾ ക്രൂസിനകത്ത് കയറി ലാസ്റ്റ് പാർട്ടിയാണ് സൺസെറ്റ് പാർട്ടീസ്. അടിപൊളിയാണോ, നല്ല വ്യൂ ആണ്. ടീ സ്നാക്സ് അടിപൊളി. ഇവിടെ തീരുവാണ്. ഇതൊക്കെ വൈകിട്ടത്തെ പിസ്സാണ്, കുറെ കൊണ്ട് ഉണ്ടാവും. വിസ്കി ഉണ്ട്, വൈനുണ്ട്, പിന്നെ യോഗേർട്ട് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സ്നാക്സ് ആണ്, ബിസ്ക്കറ്റ്സ്. ഇത് സൺസെറ്റ് പാർട്ടി. അടിപൊളി അല്ലേ. നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുക. ഇത് ഇവരായിട്ടോ നമ്മൾ ഹലോംബെ വെച്ച് കണ്ട ഇന്ത്യക്കാർ. ഇവർ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പം ഇവരടിപൊളിയായിരുന്നു. നമ്മൾ ഇവരായിട്ട് ആയിരുന്നു ഫുൾ യാത്ര. ഹലോ പിന്നെ ഇതായിരുന്നു ഈവനിങ് പാർട്ടി. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു ഇവിടുത്തെ ഈവനിങ് പാർട്ടി. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ്. നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിലായിരുന്നു ഈ ഈവനിങ് പാർട്ടി വരുന്നത്. സ്നാക്സ് എല്ലാം തന്നിട്ട് നമുക്കൊരു ഡാൻസ് പോലത്തെ സെറ്റപ്പൊക്കെ ചെയ്തു. പിന്നെ ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അതെന്ത് പറയുക വെച്ചാൽ അത് നേരിട്ട് കണ്ട് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു വ്യൂ തന്നെയാണ്. ആ സൺസെറ്റ് ടൈമിലുള്ള സാധനം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലാണ് തിരിച്ച് പോകുന്ന വഴിയിലാണ് ഇത് കണ്ടത്, ഈ ഗോൾഡൻ ഒരു ക്രൂയിസ്. ഇതൊരു ഭംഗിയാട്ടോ ഈ ഗോൾഡൻ ക്രൂയിസ്. അടിപൊളിയാട്ടോ, അടിപൊളി വെച്ചാൽ നമുക്ക് കയറാൻ തോന്നുന്നു അതിനകത്ത്. അമ്മാതിരി ക്രൂയിസാട്ടോ, അടിപൊളി ക്രൂയിസ്, സൂപ്പർ. പിന്നെ ഈ ഈവനിങ് സീൻ ഒന്നും പറയണ്ട, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ പോയി എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അത് ഞാൻ എത്രത്തോളം പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ തിരിച്ച് വരുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂവും ആ ഒരു വൈബും നല്ല രസമായിരുന്നു. മാളു ചിരിക്കുന്നതൊക്കെ കണ്ടോ, സന്തോഷം കൊണ്ടാട്ടോ. അടിപൊളി, എന്തായാലും സൂപ്പറായിരുന്നു. ഹലോംബെ ടൂറിസ്റ്റ് വെരി വെരി നൈസ്, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർ ഗൈഡായിരുന്ന ആൾ. അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളി, നൈസായിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.